മുൻ DGP എന്തൊട്ടാണ് പിന്നെ അലക്സാണ്ടർ ജേക്കബ്, ഒരു വഴുതു പറയുന്ന DGP ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. അദ്ദേഹം വഴുതു പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കേട്ടതാ, എത്ര ശാന്തനായ പൂച്ചയാണെങ്കിലും മുറിക്കകത്ത് കയറ്റി വാതിലിട്ടിട്ട് അതിനെ അടിച്ചാൽ പൂച്ച തിരിച്ചു കടിക്കും. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അധികാരം തകർക്കാനോ, സർക്കാരിനെ അട്ടിമറിക്കാനോ, ടാക്സ് കൊടുക്കാതിരിക്കാനോ, രാജ്യത്തിനെ ഒറ്റുകൊടുക്കാനോ, തീവ്രവാദികളാകാനോ ഒരു നിലയ്ക്കും ആരെയും ഉപദ്രവിക്കാതെ തികച്ചും ശാന്തമായി സമാധാനമായി ഖുർആൻ അനുസരിച്ച് ഹദീസ് അനുസരിച്ച് ശാന്തതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മുസ്ലിം ഉമ്മത്തിനെ ആക്രമിച്ച് ഇല്ലാതെയാക്കാന്നുള്ള നയത്തിലേക്ക് പോകുന്നതെങ്കിൽ കപ്പൽ മുങ്ങുന്നതിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യം തന്നെ നശിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അള്ളാഹു ഇവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ, ഈ ഹിജാബിനെ എതിർക്കാനും നിങ്ങളെ എതിർക്കാനും ഒക്കെ കാരണം എന്താണെന്നറിയോ, ഹിജാബ് എന്ന് പറയുന്നത് മറയ്ക്കുന്ന സാധന, ശരീരത്തെ മറയ്ക്കുക. ഒരു മറയ്ക്കുന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ മറയ്ക്കാത്ത സംവിധാനത്തിന് നിലനിൽപ്പില്ല. ശ്രദ്ധിക്കണം എല്ലാവരും. ഇത് ഏക ഇലാഹിലെ വിശ്വാസം ഇവിടെ നിലനിൽക്കുമ്പോൾ ബഹുദൈവ ആരാധനയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല. എല്ലാ രംഗത്തും ഇങ്ങനെ ഇതാ ഖുർആൻ പറഞ്ഞേ, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യർദൂനകും മിൻ ബഅദി ഈമാനികും കുഫാരൻ ഹസദാ. നിങ്ങളോടൊരു വൈരാഗ്യം അവർക്കില്ല. നിങ്ങളുടെ വിശ്വാസവും സംസ്കാരവും ആദർശവും ആശയവും ഇവിടെ നിലനിന്നാൽ ഞങ്ങളുടെ ഈ യുക്തിരഹിതമാകുന്ന ബുദ്ധിശൂന്യമാകുന്ന ഈ വികൃതമാകുന്ന വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും നിലനിൽപ്പില്ല. അതുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കുക. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇതാണ് ഇന്ന് വിഷയമുള്ളൂ. നിങ്ങളുടെ ഈ വിശ്വാസം ഇവിടെ നിലനിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ മുറുക്കി അടച്ചിരിക്കുകയാണ് നട്ടപ്പകല്. എന്നിട്ട് ഇവർ വിളിച്ചു പറയുന്നു, ഇപ്പോൾ നട്ടപ്പാതിരിയാണ്. ചിലരതിൻ്റെ ഇടയിൽ കണ്ണൂർ നോക്കുമ്പോൾ നട്ടപ്പകല്. അപ്പൊ ഇവർ വിളിച്ചു പറയും, നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഇപ്പോൾ നട്ടപ്പകലാണ്. അങ്ങനെ കണ്ണു തുറന്നതാണ് ഈ അടുത്ത ദിവസം മക്കയിൽ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ശബരി എന്ന് പറയുന്ന ഫാത്തിമ ശബരി. അതിനു മുമ്പുണ്ടായില്ലേ ഒരു പിന്നെ ഹാദിയ. അതിന് മുമ്പുണ്ടായില്ലേ കമലാശ്വരി. എന്തോരം ഇവിടെ ഉണ്ടായി കമലാശ്വരിയ. ഇവരൊക്കെ കണ്ണൂർ നോക്കി, എടാ ഈ മുസ്ലിങ്ങളെയും ഈ സംസ്കാരത്തിനെയും എന്താണ് ഇവരിങ്ങനെ എതിർക്കുന്നത്? എന്നാൽ ഞങ്ങൾ ഇതൊന്ന് തുറന്നു നോക്കട്ടെ. തുറന്നു നോക്കിയപ്പോൾ അവർ വെളിച്ചം കണ്ടു. ഈ വെളിച്ചം കാണൽ കൂടി വരും. വലൗ കരിഹൽ മുശ്രികൂൻ. 1.5 മാസം മുമ്പ് ഡൽഹിയിലൊരു സമ്മേളനം ഉണ്ടായി. പത്രത്തിൽ വാർത്ത വന്നു. എൻ്റെ അടുത്ത് പത്രം ഇരിപ്പുണ്ട്. മാധ്യമം പത്രത്തിലാണ് ഞാൻ വായിച്ചത്. ഞാൻ ഡൽഹി പോയില്ല. ആ സമ്മേളനം ഈ രാജ്യത്തിനെ തകർക്കാൻ മാത്രം അജണ്ടയായി വരുന്ന എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ വംശനാശം നടത്താൻ വേണ്ടി മാത്രം മുന്നോട്ട് വരുന്ന ഒരു വിഭാഗത്തിന്റെ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായ മനുഷ്യൻ ഒരു പ്രസംഗം നടത്തി. ശ്രദ്ധിക്കണം എല്ലാവരും. എന്താണെന്നറിയോ, 2029-ന്റെയും 2039-ന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യം ഒരു മുസ്ലിം പ്രധാനമന്ത്രി ഭരിക്കും. നിങ്ങൾ ഉറങ്ങണവർ ഉറങ്ങിക്കോട്ടോ, നമ്മളെ കൊണ്ട് വേറെ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. ഉറങ്ങാത്തവർ കേട്ടോ. 2029 ഇത് ആരാ പറയണേ? ഒരു കാക്കായല്ല പറയണേ, മുസ്ലിയാരല്ല പറയണേ. 2029-ന്റെയും 39-ന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഒരു മുസ്ലിം പ്രധാനമന്ത്രിയായിരിക്കും. നിർത്തിയില്ല വാർത്ത. അയാൾ പ്രസംഗിക്കുകയാണ്, ഇന്ത്യയിലെ 50% ഹിന്ദുക്കളും സ്വയമനസാല ഇസ്ലാമിലേക്ക് പോകും. ഞങ്ങൾക്കൊരു അങ്കലാപ്പുമില്ല, മുസ്ലിം സമുദായത്തിന് ഒരു അസ്വസ്ഥതയില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിനാടോ ഈ അങ്കലാപ്പ്? എന്തിനാണ് ഈ അസ്വസ്ഥത? മനുഷ്യൻ കണ്ണു തുറക്കുമ്പോൾ വെളിച്ചം കാണുകയാണ്, വെളിച്ചത്തിലേക്ക് മനുഷ്യൻ ഒഴുകിപ്പോവുകയാണ്. ഇത് നേരെ ഖുർആൻ പറഞ്ഞതാ, വലൗ കരിഹൽ മുശ്രികൂൻ. നിങ്ങൾ എത്ര എതിർത്താലും എത്ര തടഞ്ഞു നിർത്തിയാലും ഇത് ലോകത്ത് വ്യാപിച്ച് തന്നെ നിൽക്കുന്ന ഒരു സംസ്കാരമാണ്, ഒരു ആദർശമാണ്, ഒരു വിശ്വാസമാണ്. ഇതിനകത്ത് വിഡ്ഢിത്തരമില്ല. ഇത് വളർന്നുകൊണ്ടേയിരിക്കും.
പിന്നെ ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയുന്ന ചിലരെല്ലാം ചില വിഡ്ഢിത്തരങ്ങളൊക്കെ പറയുന്നു, പ്രവർത്തിക്കുന്നു. അതിന് ഇത് ഉത്തരവാദിയല്ല. അത് നിങ്ങൾ കണ്ണുറക്കുമ്പോൾ മനസ്സിലാവും. ഈ മനുഷ്യൻ ഈ പറഞ്ഞ വാക്ക് ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 29ൻ്റെയും 39ൻ്റെയും ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യ രാജ്യത്തുണ്ടാവുമെന്ന് ഇയാൾ പറഞ്ഞെങ്കിൽ അത് അയാൾ ചുമ്മാ സ്വപ്നം കണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. 40 വയസ്സ് പൂർത്തിയായ ഒരു പുരുഷൻ, വാപ്പാടെ പേര് അബ്ദുള്ള, ഉമ്മാന്റെ പേര് ആമിന. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ആ മനുഷ്യൻ വരുമ്പോൾ ധാരാളം മുസ്ലിങ്ങൾ ആ മനുഷ്യനെ ബൈഅത്ത് ചെയ്യുന്നു. പരിപാവനമാവുന്ന കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആ മനുഷ്യൻ ഒരു പ്രഖ്യാപനം നടത്തും, അന മഹ്ദിയുൻ, ഞാൻ ഇമാം മഹ്ദിയാണ്. ആ നീതി പറയുന്നവരെ എതിർക്കുക, എന്നിട്ട് വസ്ത്രം ധരിക്കാത്തതിനെ ഇവിടെ. ഇന്നിപ്പോൾ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ നൂസ്താദിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആലുവ യൂസഫ് കോളേജിൻ്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന നൂഹ് മൗലവി മൗത്തായിപ്പി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യനൊരിക്കൽ ഗൾഫിൽ ചെന്നിട്ടൊരു പ്രസംഗം നടത്തി. എത്ര ബുദ്ധിശൂന്യമാകുന്ന വിശ്വാസങ്ങളാ ബഹുമാനികളെ ലോകത്ത്. നമ്മളാരെയും ആക്ഷേപിക്കാൻ പറയല്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. നമുക്കങ്ങനെ പറയാനും പാടില്ലല്ലോ. ഒരു ഇതര മത സംസ്കാരത്തിൻ്റെ ആദർശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ ആക്ഷേപിക്കാൻ നിൽക്കണ്ട, ആക്ഷേപിക്കണമില്ല. പക്ഷെ ഇവിടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നൂസ്താദ് എന്നിട്ടൊരു പ്രസംഗം നടത്തി അറബികളോട്. അയ്യുഹന്നാസ്, അറബി പത്രത്തിൽ മാസികയിലുണ്ടായി ആ പ്രസംഗം. മനുഷ്യരെ, ഹൽ തഅരിഫൂന മൻ യഅ്ബുദൂനൽ ഹജറ വശജറ വൽ ബഖറ വദ്ദക്കറ. അറബികളോട് ചോദിക്കാൻ, മനുഷ്യരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മരത്തിനെ ആരാധിക്കുന്ന വിശ്വാസികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറബികൾക്കറിയില്ല. മരം വെട്ടി കത്തിക്കലല്ലാണ്ട് അവർ ആരാധിക്കാറില്ല. നമ്മുടെയൊക്കെ എത്രയോ NHകളുടെ സെന്ററുകളിലാണ് മരം നിൽക്കുന്ന ബഹുമാനികളെ. തിരിയായിട്ടും തോരണമായിട്ടും പിന്നെ വിളക്കായിട്ടും ഒക്കെ ആരാധന നടക്കുന്നില്ലേ? അദ്ദേഹം രണ്ടാമത് ചോദിച്ചു, വൽ ഹജറ, കല്ലിനെ ആരാധിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരത് കല്ല് വെട്ടി വീടും കൂടും ഉണ്ടാക്കലല്ലാതെ അവരത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെയൊക്കെ രാജ്യത്ത് എത്രയോ നടക്കുന്നു കല്ലിനെ ആരാധിക്കുന്ന ശൈലി. വൽ ബഖറ, മൂപ്പര് മൂന്നാമത് ചോദിക്കാൻ, പശുവിനെ ആരാധിക്കുന്നവരെ കേട്ടിട്ടുണ്ടോ? അറബികൾ അറുത്ത് തിന്നലല്ലാതെ അവരെ ആരാധിക്കാറുണ്ടോ? നമ്മുടെ രാജ്യത്ത് എത്രയോ നടക്കുന്നു. പശുവിൻ്റെ പേരിൽ എത്രയോ മനുഷ്യന്മാരെ കൊല്ലുന്നു. ചാണകത്തിനെ പശു വിസർജിച്ചില്ല ഒരു നിലയ്ക്കും, അത് ഭൂമി ചാടാതെ വാരിയെടുത്തുകൊണ്ട് എത്രയോ ഓടുന്നു. മൂത്രം ഒഴിക്കാൻ വേണ്ടി പശുവിൻ്റെ പുറകെ പാത്രമായിട്ട് എത്രയോ മനുഷ്യന്മാർ കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുകയല്ലേ? നാലാമത് മൂപ്പര് ചോദിച്ചു, വദ്ദക്കറ, ദക്കറിനെ ആരാധിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പോൾ ഇന്നത്തെ കോടതി വിധി. ദക്കർ എന്താണെന്ന് മലയാളത്തിൽ പറയാൻ എനിക്ക് ലജ്ജയുള്ളതുകൊണ്ട് ഞാൻ പറയണില്ല. നിങ്ങളുടെ മദ്രസയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൊച്ചിനോട് ചോദിക്കരുത്. അടുത്ത വീട്ടിൽ ഏതെങ്കിലും കൊച്ചുണ്ടെങ്കിൽ വിളിച്ചിട്ട്, ഇവിടെ മോനെ ഇഞ്ഞു വന്നടാ, ഈ ദക്കർ എന്ന് പറഞ്ഞാൽ കിട്ടാ. അപ്പം അത് കാക്കാതെ ഇന്ന സാധനം എന്ന് പറയും. ഇപ്പോൾ കോടതി ഓർഡർ ഇട്ടിരിക്കുക, ദക്കറിന് പരിപൂർണമാകുന്ന സംരക്ഷണം കൊടുക്കണം. എത്രയോ അടി നീളമുള്ള ദക്കറാണ് പള്ളിയുടെ ഹൗദിൻ്റെ അടിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഇതൊക്കെ ആരാധനയല്ലേ? മനുഷ്യൻ്റെ മുന്നിൽ പറയാൻ കൊള്ളാമോ? എന്നാൽ ആ ഒരു പടപ്പിൻ്റെ ദക്കർ മാത്രമാണോ ആരാധിക്കണം? അല്ല, ഉള്ള ദക്കറൊക്കെ ആരാധിക്കുക. നിങ്ങൾ കണ്ടായിരുന്ന അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ഒക്കെ പടം ഉണ്ടായി. പൂർണ്ണ നഗ്നരായിട്ട് ഇങ്ങനെ നിരന്ന് പോവാ. ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ കയ്യും കൂപ്പി ഓടി ചെന്നിട്ട് ദക്കറയിലേക്കാ മുത്തണം. എത്ര വികലമാകുന്ന വിശ്വാസം! ഇതിവിടെ നിലനിൽക്കണമെങ്കിൽ നീ അള്ളാന്ന് പറയുന്ന വിശ്വാസം ഇവിടുന്ന് പോകണ്ടേ? പടപ്പേ വേണ്ടേ? അല്ലാണ്ട് നിങ്ങളോടൊരു വൈരാഗ്യമില്ല. വിശ്വാസപരമാകുന്ന ഏറ്റുമുട്ടല ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം മുതൽക്കൊണ്ട് ഇന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് കടുത്ത പരീക്ഷണം. ഈ പരീക്ഷണത്തിൽ നമ്മൾ എടുക്കേണ്ട നയം ഏതാ? അതാ ഞാൻ പറയാൻ പോണേ. നമ്മളെടുക്കേണ്ട നയം ഏതാ? നമ്മൾ അവരെ കൊല്ലാനും അവരെ എതിർക്കാനും ഒന്നും നിൽക്കണ്ട. നമ്മളെടുക്കേണ്ട നയം ദൈപ്പം ഞാൻ പറഞ്ഞുതരാം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി വഇമാദുദ്ദീൻ നബിയുനാ റസൂലുള്ളാഹി. അതാണ് നമ്മുടെ നയം. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ, അപ്പം നിങ്ങൾ ഒറ്റപ്പെടാനുള്ള കാരണം ഞാൻ 1-2 പറഞ്ഞു. 1, പലിശയെ നിങ്ങൾ മാത്രം ലോകത്ത് എതിർക്കുന്നു. 2, വ്യഭിചാരത്തിന് നിങ്ങൾ മാത്രം ലോകത്ത് എതിർക്കുന്നു. വ്യഭിചാരം വരാതിരിക്കാനാണ് ഹിജാബ്. അതിനെ എതിർക്കുന്നവരുടെ 21 വയസ്സ് വിവാഹപ്രായം എത്തിച്ചു.
എന്താ കാരണം? എന്താ? 19 വയസ്സായ ഒരാണും പെണ്ണും ഒരു ലോഡ്ജിൽ വന്ന് വ്യഭിചരിക്കുകയാണ്. പോലീസിന് ന്യൂസ് കിട്ടി, അവർ പോയി പരിശോധിച്ചു, പുറത്തിറക്കി. നിന്റെ വീട് എവിടെയാ? എന്റെ വീട് അവിടെ. നിന്റെ വീട് എവിടെയാ? അവിടെ. നിങ്ങൾ എന്തിനാണ് രണ്ടാളും ഈ റൂമിൽ വന്നത്? ഞങ്ങൾ സ്വയം പരസ്പരം സമ്മതിച്ച് തൃപ്തിപ്പെട്ട് ഇവിടെ വന്നതാണ്. പോലീസ് ചൂര് പോലെ അങ്ങ് പോകും. ആ സ്ഥാനത്ത് 21 വയസ്സെത്തുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഒരു കാക്ക മോളെ നിക്കാഹ് ചെയ്താൽ കാക്ക ജയിലിൽ പോകും. വ്യഭിചാരത്തിനെ പ്രോത്സാഹിപ്പിച്ചോ? ഇന്ന് വ്യഭിചാരശാലകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന അവസ്ഥയിലെത്തിയില്ലേ? പണ്ടൊക്കെ ബോംബെയിൽ നിന്ന് വേശ്യകൾ കൈകാട്ടി വിളിക്കുന്ന അവസ്ഥയെത്തിയെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ വരെ നേരം സന്ധ്യയായാൽ കൈകാട്ടി വിളിക്കുകയല്ലേ? NH-ന്റെ നടുക്കുള്ള മീഡിയയിൽ കയറുന്നുകൊണ്ട് വേശ്യകൾ കൈകാട്ടി വിളിക്കുകയല്ലേ? ഫുഷുഫുസിന, വ്യഭിചാരം വ്യാപകമായി. ലോകത്തിനെ എതിർക്കുന്ന ഏക പ്രസ്ഥാനം നിങ്ങൾ മാത്രം, ബാക്കി എല്ലാം മറുഭാഗത്ത്. നിങ്ങൾ ഒറ്റപ്പെട്ട. ലോകത്ത് ലഹരിയെ എതിർക്കുന്ന ഏക മതം പരിശുദ്ധ ഖുർആൻ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂൽ ഇന്നമൽ ഖംറു വൽ മൈസറു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു ഖംറിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നിഷിദ്ധമാണ്. ഇന്നഹു റഅസ കുല്ലി ഫാഹിശത്തിൻ, എല്ലാ തെറ്റുകളിലേക്കും നിങ്ങൾ എത്തിക്കുന്നത് ലഹരിയാണ് കേട്ടോ, അടുക്കല്ലേ. ലഹരി രാജാക്കന്മാരും മദ്യ രാജാക്കന്മാരും ലോകത്ത് വാഴുമ്പോൾ, കോടിയുടെ ബിസിനസ് ലോകത്ത് മദ്യത്തിന്റെ പേരിൽ നടക്കുമ്പോൾ, ലോകത്ത് മുസ്ലിം സമുദായം മാത്രം ലഹരി എതിർക്കുകയും മറുഭാഗത്തുള്ള സർവരും മദ്യത്തിനെയും മയക്കുമരുന്നിനെയും അനുകൂലിക്കുകയും ചെയ്യുന്നു. ഇല്ലേ? നിങ്ങൾ ഒറ്റപ്പെട്ട. നിങ്ങളെ ഒറ്റപ്പെടാനുള്ള കാരണങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് ഇവിടെയുള്ള ചില വിവരദോഷികൾ പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെട്ടത്. അങ്ങനെയല്ല. നമ്മുടെ ഈ നല്ല സംസ്കാരത്തിന് ലോകത്ത് മൊത്തം എതിർക്കപ്പെടുകയാണ്. ബഹുമാനികളെ, ആഖിർ സമാന്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദത്തുഹിദൽ ഫൈഉ ദിബല, പൊതുമുതൽ ധൂർത്തടിക്കുന്ന കാലഘട്ടം വരും നിങ്ങൾ അതിനെ കർശനമായി കൈകാര്യം ചെയ്യണം. തൊപ്പി തുന്നി ഉപജീവനം നടത്തിയ ഔറംഗസീബാണ് ഇപ്പൊ ഇന്നത്തെ പത്രത്തിനകത്ത് ഇന്നത്തെ കോടതി വീതിയിൽ വന്നിരിക്കുന്ന വിഷയം. ഔറംഗസീബാണ് അവിടെ ക്ഷേത്രം തകർത്തിട്ട് പള്ളി ഉണ്ടാക്കിയത്. ആ മനുഷ്യൻ ജീവിച്ചത് എങ്ങനെയാ? തൊപ്പി തുന്നി കിട്ടുന്ന വേതനം കൊണ്ടിട്ട് ആ മനുഷ്യൻ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു ദിവസം ഒരു പൊതി, പ്രിയപ്പെട്ട സഹധർമ്മിണി സയ്യിദത്തുനാ ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇതെന്താണിത്? കുറെ നാണയത്തുട്ടുകളാണ്. എന്തിനാണ്? അങ്ങയുടെ കുപ്പായത്തിൽ എത്ര ദ്വാരങ്ങളാ നോക്കി, എത്ര തുന്നലുകളാ നോക്കിക്കേ. ഒരു പുതിയ കുപ്പായം വാങ്ങിക്കാനുള്ള പണമാണ്. ഇത് എവിടെ നിന്ന് കിട്ടി? അങ്ങക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്നും ഓരോ നാണയം ഞാൻ എടുത്തു മാറ്റി വെച്ചു. അങ്ങനെ സമ്പാദിച്ചതാണ് ഈ പണം. ഉടനെ സെക്രട്ടറിക്ക് ഓർഡർ കൊടുത്തു, എനിക്ക് ഡെയിലി തരുന്ന വേതനത്തിൽ 1 റിയാൽ വെട്ടിക്കുറയ്ക്കണം, ബാക്കി തന്നാ മതി. കാരണം എന്താ? എന്റെ ഉപജീവനത്തിന് 1 റിയാൽ അധികപ്പറ്റാണ്. ഈ നിലയ്ക്ക് ബൈത്തുൽ മാലിനെ സൂക്ഷിച്ച ഭരണാധികാരി. ചുമ്മാതിയല്ല മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തിന് ഒരു സന്തോഷകരമാകുന്ന ജീവിതം, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു സുസ്ഥിരമാകുന്ന ജീവിതം ഉണ്ടാകണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ റളിയല്ലാഹു അൻഹു ഭരണം വരണമെന്നാണ്. എന്തി അങ്ങനെ മഹാത്മാഗാന്ധി പറയാൻ കാരണം? ഉമർ റളിയല്ലാഹുവിനെ പറ്റി മഹാത്മാഗാന്ധിജി പഠിച്ചു. ഇന്നുള്ളവന്മാർ പഠിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹുവിന്റെ പേര് കാണുമ്പോൾ വെട്ടി കാട്ടിക്കളിയാണ്. ഇല്ലടോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഭരണാധികാരി എങ്ങനെ എടുത്തു തരാനില്ല, ലോകത്തില്ല, കഴിയില്ല. ഈ നിലയ്ക്ക് പൊതുമുതൽ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ സാദൽ ഖബീലത്തും മഫാസിഖഹും, ആഖിർ സമാൻ എത്തുമ്പോൾ ഭരണത്തിൽ വരുന്നവർ കുറ്റവാളികളായിരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഭരണത്തിനോട് ഒട്ടി നിൽക്കുന്നവരാ ബാക്കിയുള്ളത്. ലക്ഷക്കണക്കിന് രൂപ പാസ്സാക്കിയിട്ട് ഒരു ചെറിയ തോടുണ്ടാക്കുന്നത്, ഒരു പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ തോടുണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ. അവിടെ ഒരു 10,000ന്റെ മുടക്കേ വരുള്ളൂ, ബാക്കി പണം അങ്ങോട്ട് പോയി. ഇതിന്റെ പേരാണ് പൊതുമുതൽ ധൂർത്തടിക്കുക. ഇതിനെ ആകാശത്തിന്റെ താഴെ എതിർക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇസ്ലാം മാത്രം. ബാക്കിയുള്ളൊരു മൊത്തം ഒരു ഭാഗത്തായോ? നിങ്ങൾ പറ. ഇങ്ങനെ ഞാൻ എണ്ണി എത്ര വേണമെങ്കിലും പറയാം. ഇങ്ങനെ സത്യത്തിന്റെ ഭാഗത്ത് ഇസ്ലാം മുസ്ലിം നിൽക്കുമ്പോൾ, അസത്യത്തിന്റെ ഭാഗത്ത് മറുഭാഗം നിൽക്കുമ്പോൾ
മറുഭാഗം ഒറ്റപ്പെടുന്നു, മുസ്ലിങ്ങൾ അല്ല മറുഭാഗം ഒരുമിക്കുന്നു, മുസ്ലിങ്ങൾ ഒറ്റപ്പെടുന്നു. ഇതാണ് യൂഷിക്കുൻ തദ അലൈക്കുമുൽ ഉമമു കമാ തദഅൽ അഖിലത്തു ഇലാ ഖുശ്അത്തിഹാ. നിങ്ങളെ ഇനി മൊത്തം ഇവിടുന്ന് ഇല്ലാണ്ടാക്കിയെങ്കിലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. അത് തന്നെ, നിങ്ങളിവിടെ നിന്നാൽ ഈ പറഞ്ഞ ഒരു പദ്ധതി ഓടൂല. അതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുക. ഈ ഒരു നിലവാരത്തിലേക്ക് സമുദായം എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്കുള്ള പരിഹാരമാർഗം എന്താ? ഹദീസ് ഞാൻ ബാക്കി ഓതണില്ല. പരിഹാരമാർഗം എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു. എല്ലാ ഭാഗത്തുനിന്നും ഭീഷണിയാണ്, സ്വസ്ഥതയില്ല. എല്ലാ ഭാഗത്തും അസ്വസ്ഥതയാണ്, സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. എല്ലാ ഭാഗത്തും അക്രമങ്ങൾ അഴിഞ്ഞാടുകയാണ്. അഭയാർത്ഥി ക്യാമ്പിൽ കയറിയാണ് ജൂതപ്പട്ടാളം മുസ്ലിം പെൺകുട്ടികളെ വെടിവെച്ചു കൊല്ലുന്നത്, ചെറുപ്പക്കാരെ വെടിവെച്ചു കൊല്ലുന്നത്. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കയറിയ ചെറുപ്പക്കാരെയാണ് ജൂതപ്പട്ടാളം കൈകാര്യം ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഇതുപോലെ ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുമ്പോൾ ഭരണരംഗത്ത് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ, കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തി കിട്ടാൻ, അധികാരികളുടെ ഭാഗത്ത് നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടാൻ നിങ്ങൾ ആയുധമെടുക്കുന്ന നബീനാ റസൂലുള്ളാഹി. ഏതാണോ ആയുധം? തെറ്റിദ്ധരിക്കണ്ട. നീ എടുക്കേണ്ട ആയുധം പ്രാർത്ഥനയാണ്, ദുആയാണെന്ന് നബീനാ റസൂലുള്ളാഹി. മുൻഗാമികൾ അങ്ങനെ ആ ആയുധമെടുത്ത് വീശുവടത്തിലെല്ലാം വിജയം കിട്ടിയിട്ടുണ്ട്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ആയുധമെടുത്ത് വീശുക, ആയുധം നമ്മുടെ കയ്യിലുണ്ട്, അത് ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ആയുധം നമ്മുടെ തന്നെ കഴുത്തേൽ കൊള്ളും. അപ്പൊ ദുആ ചെയ്യേണ്ട വിധത്തിൽ ചെയ്തില്ലെങ്കിൽ അംഗീകാരം കിട്ടൂല. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം നീ ക്ലിയർ ആവണം. ഇന്നല്ലാഹ, ശ്രദ്ധിച്ചോ, ഞാൻ വളർന്നു നിർത്തണേക്കാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഞാൻ ഓതി ആയത്ത് ഇവിടെ ഇരിക്കുകയാണ്. സമുദായം നേരിടുന്ന പരീക്ഷണവും പരിഹാരവും എന്നാ നിങ്ങളെ അറിയിച്ച വിഷയം. സമുദായം നേരിടുന്ന പരീക്ഷണം ഞാൻ എണ്ണി പറഞ്ഞ്, വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. 5 നിലയ്ക്കാണ് പരീക്ഷിക്കപ്പെടുക. ഞാൻ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ കഴിയുകയുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ വന്ന് ഇരുന്നപ്പോൾ എനിക്ക് ഈ സാഹചര്യം, ഞാൻ ഇരുന്ന് പറയുന്ന ആളൊന്നുമല്ല, എഴുന്നേറ്റെന്ന് പറയുന്ന ആളാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ കസേരയുടെ അടുത്തപ്പോൾ എന്തൊട്ട് എഴുന്നേറ്റിരിക്കണമെന്ന് കരുതിയാണ് ഇവിടെ ഇരുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സംഗതി കസേരകളെല്ലാം ഫുള്ളായി, കുഴപ്പമില്ല. പിന്നെ ഞാനങ്ങ് എഴുന്നേക്കാൻ നിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഈ കസേര കണ്ടപ്പോൾ അപ്പോൾ വന്ന വികാരത്തിൽ കൂടെ അങ്ങ് സംസാരിച്ചങ്ങ് വന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്കും ഈ തൂങ്ങിച്ചാവലും പണ്ടാറും ഒക്കെ ഇതിങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആ ശൈലിയിൽ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് എനിക്ക് കിടക്കാൻ കഴിഞ്ഞില്ല. ശക്തമായ പരീക്ഷണത്തിൽ ഈ സമുദായം അകപ്പെട്ടിരിക്കുമ്പോൾ എന്തായാലും ഇവിടെ ജീവിക്കാൻ വന്നവരല്ല, മരിക്കാൻ വന്നവരാണ്. ഈ മരണം എന്നുള്ളത് ഒറ്റ പ്രാവശ്യമുള്ളൂ. ഒരു മരണം മോശമായിട്ട് മരിച്ചു, ഞാൻ അടുത്തേൽ നന്നായിട്ട് മരിക്കാമെന്ന് ഞാൻ നടക്കൂല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളെങ്ങനെയാണ് മരിക്കണേന്ന് അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞയച്ചത്. അതുകൊണ്ട് നമ്മുടെ ഒന്നും ജീവിതത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ല, എപ്പോഴും എന്തും സംഭവിക്കാം. നബി തങ്ങൾ പറഞ്ഞത്, രാവിലെ പ്രഭാതത്തിൽ സൂര്യനുദയം കണ്ടാൽ വൈകുന്നേരം അസ്തമിക്കുന്ന കാണാൻ നീ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം മരിക്കാൻ വന്നവരാണ് നമ്മൾ. മരിക്കുമ്പോൾ നന്നായിട്ട് മരിക്കണം. എന്തായാലും ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം. കാരണം ആ ഒരു അവസ്ഥയെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കണമൊക്കെ. നിങ്ങളിപ്പോൾ സ്വർഗത്തിലെ, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലാണ്, ഒരു വിഷമവും ഇല്ല. പക്ഷേ ഏത് സമയത്തും കൊല്ലപ്പെടാം. അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ അള്ളാൻ്റെ പൊരുത്തത്തിൽ നമ്മൾ മരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. കൈ പൊക്കണമെങ്കിൽ കൈ പൊക്കാനുള്ള യോഗ്യത നീ നേടണം. എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതശൈലി മൊത്തം മാറ്റണം, ജീവിതത്തിൻ്റെ ശൈലി മാറ്റണം. ആരുടെയെങ്കിലും എവിടെന്നെങ്കിലും നബിത്തങ്ങൾ പറഞ്ഞതാ, ആഹൃതമാർ കുറേ എണ്ണങ്ങളുണ്ടാവും. യുസല്ലൂന കമാ തുസല്ലൂൻ, യസൂമൂന കമാ തസൂമൂൻ, യുസക്കൂന കമാ തുസക്കൂൻ. നിങ്ങൾ ചെയ്യണതിനേക്കാളും അവന്മാർ ചെയ്യും, നിക്കിരിക്കുകയും ചെയ്യും. രാത്രിയൊക്കെ അങ്ങ് നിന്ന് നിക്കിരിക്കും, കാലിൽ നീര് വെത്തുന്നവരെ. പക്ഷേ ഇദാ റആഹു ദിർഹമുൻ ഹറാമുൻ വസബു അലൈഹി കദ്ദിബി ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു ഹറാമായ നാണയത്തൊട്ട് അങ്ങോട്ട് കണ്ട ചെന്നായ എരേനെ പിടിക്കണ ചാടി അത് പിടിച്ച് കയ്യിലാക്കും. അതോടുകൂടി മൊത്തം അമലുകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് നബീന റസൂലുള്ളാഹി. ഇന്ന് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കി, നിസ്കരിക്കുന്നവരുടെയും നോമ്പ് പിടിക്കുന്നവരുടെയും ഒക്കെ തന്നെ നല്ലൊരു ശതമാനത്തിൻ്റെ ശൈലി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. അതേലും മൊത്തം അങ്ങ് പോയി, മൊത്തം പോയി.
ഒരു 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 പിന്നെ മുന്തിരി അകത്തേക്ക് പോയിട്ടാ തൊണ്ടേന്ന് വിരലിട്ടിട്ട് ഇളക്കി 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 ഛർദ്ദിച്ച് ഇടങ്ങേറായതാര്? നമ്മുടെ നേതാവ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് ഇല്ലേ? ഞാൻ ഒന്നും പറയണില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിതത്തിൻ്റെ ശൈലി മാറ്റണം. ഹക്കും ബാത്തിലുള്ള ജീവിതം കൊണ്ടുവരിക. നിസ്കരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ വരണം നമ്മുടെ കയ്യിൽ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിത് ചെയ്യുമ്പോൾ പടച്ചവനെ എൻ്റെ റബ്ബ് കാണുന്നുണ്ട് റബ്ബേ എന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് അതിൻ്റെ പേരെ ഇഹ്സാൻ. ഉമ്മാനെ വേറെ ആരും നോക്കണില്ല, നീ തന്നെ കൊണ്ടുവന്ന് നോക്കിയാണ്. ഉമ്മാടെ ഒരു പൈസ നീ വാങ്ങിയിട്ടുമില്ല, വാപ്പാനെ അങ്ങനെ തന്നെ. ഉമ്മാടെ വാപ്പാടെ തറവാട്ട് സ്വത്ത് ഒരു രൂപ പോലും നീ എടുത്തിട്ടില്ല. എടുത്തേക്കണമൊക്കെ ബാക്കിയുള്ള മക്കളാണ്. ബാക്കിയുള്ള ഒരു മക്കളും നോക്കണില്ല. നീ നിൻ്റെ വാപ്പാനെ ഏറ്റെടുക്കുക, ഉമ്മാനെ ഏറ്റെടുക്കുക. പടച്ചവനെ നിൻ്റെ പ്രീതി, അതിൻ്റെ പേരാ ഈസാൻ. ഇതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിന് അടിമുടി മാറ്റം വരുത്താന്ന് പറഞ്ഞാൽ, എൻ്റെ ബഹുമാനികളെ, നമ്മൾ അള്ളാഹിനോട് കൈവെക്ക് ചോദിക്കുമ്പോൾ അള്ളാഹ് ഇത് സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണേ നമ്മൾ ആരാകണം? അള്ളാഹ് പൊരുത്തപ്പെട്ട അടിമകളാണ്. ഇതതിൻ്റെ ഒറ്റ വാക്കിലുള്ള മറുപടി. അതിന് അള്ളാഹു തൃപ്തിപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങുക. ഒരിക്കലും നമ്മൾ ഈ കാണുന്ന ഈ പ്രശ്നങ്ങളെയും കുഴപ്പങ്ങളെയും നമ്മളൊരു ഭരണകൂടത്തിനെ എതിർക്കണ്ട. ഒരു കേന്ദ്ര സർക്കാരിനെ എതിർക്കണ്ട, കേരള സർക്കാരിനെ എതിർക്കണ്ട, UP സർക്കാരിനെ എതിർക്കണ്ട, കോടതിനെ എതിർക്കണ്ട, പട്ടാളത്തിനെ എതിർക്കണ്ട. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം ഈ രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പടച്ചവനോട് പറയണം, പടച്ചവനെ, ഭരണകൂടം ഞങ്ങളെ എതിർക്കുന്നു അല്ലാ. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ കോടതി, അല്ലെങ്കിൽ പട്ടാളം, അല്ലെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ ആശുപത്രി, അല്ലെങ്കിൽ പള്ളിക്കൂടം, എവിടെയായാലും എന്ന് പറഞ്ഞാൽ ബലാകളെ, പരീക്ഷണങ്ങളെ അതിജീവിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. പരീക്ഷണങ്ങൾ രക്ഷപ്പെടുത്താൻ അള്ളാഹിനോട് പറയാം. അബൂ യസീദ് ബിസ്താമി എന്ന് പറയുന്ന ഒരു മഹാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. പട്ടി കടിച്ചു അദ്ദേഹത്തിനെ. അപ്പോൾ പട്ടിയുടെ വായ കയറി പിടിച്ചു. അപ്പോൾ കാലും കൊണ്ട് മാന്തലൊടി. അപ്പോൾ കാലിലും കയ്യും കയറി പിടിച്ചു. അപ്പോൾ കടി കൂടി. ചോരയിൽ കുളിച്ച് കിടക്കുക മനുഷ്യൻ. ആകെ തളർന്ന്. അപ്പോഴേ വേറൊരാളുണ്ട്, ഇതെന്താ സഹോദരൻ എന്ന് ചോദിച്ചു. എന്താ സഹോദരൻ എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെപ്പോലെ ഇതിൽ വന്ന ഒരാളാണ്. ഈ പട്ടി എന്നെ ഈ കോലത്തിലാക്കി. പട്ടിനെ കീഴ്പ്പെടുത്താൻ നോക്കിയിട്ട് രക്ഷപ്പെടുന്നില്ല. നിങ്ങൾ ബുദ്ധിയില്ലാത്ത പണിയല്ലേ ചെയ്തത്. ആ വീട്ടിലേക്ക് നോക്കി, ആ നിൽക്കുന്ന പട്ടിയുടെ ഉടമയാ. ആ മോലാളിനെ വിളിച്ചിട്ട് ഈ പട്ടീനെ വിളിക്കാൻ പറ. കിടന്നോണ്ട് തലവൊക്കി നോക്കി, സഹോദര ഒന്ന് ഓടി വായോ, നിങ്ങളുടെ പട്ടി എന്നെ ഈ കോലത്തിലാക്കി. ഉടമ വന്നിട്ട് പട്ടിയോട് പറഞ്ഞു, കേറാ കൂട്ടിലെന്ന് പറഞ്ഞു. പട്ടി അങ്ങോട്ട് കയറിപ്പോയി. ഇതാണെന്ന് നമ്മൾ സ്വീകരിക്കേണ്ട നയം. പട്ടിയെ പരാജയപ്പെടുത്താനല്ല നോക്കേണ്ടത്, കീഴ്പ്പെടുത്താനല്ല നോക്കേണ്ടത്. പട്ടിയുടെ ഉടമസ്ഥനെ വിളിച്ചിട്ട് പട്ടീനെ തിരിച്ചു പിടിക്കാൻ പറയണം. എന്ന് പറഞ്ഞാൽ ഓരോ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ പരീക്ഷണത്തെ അതിജീവിക്കാൻ എന്താ മാർഗം, അതല്ല ആലോചിക്കേണ്ടത്. കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ വന്നു, അത് നമ്മളെ വിഷമിപ്പിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഈ മന്ത്രിസഭ അഴിച്ചിടാൻ എന്താ പണി, അതല്ല നമ്മൾ നോക്കണ്ടേ. പിന്നെ ഈ മന്ത്രിസഭയെ ഇവിടെ കൊണ്ടുവന്നതായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാഹ്. അതാണ് ദുആ, അതാണ് മുസ്ലിമിൻ്റെ ആയുധം, ഇതാണ് പരിഹാരമാർഗം. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഞാൻ പരീക്ഷണം പറഞ്ഞില്ലെങ്കിലും ഈ സദസ്സ് ഉൾക്കൊള്ളാൻ കഴിവുള്ളവരാണ്. പരീക്ഷണത്തിൽ നമ്മൾ അകപ്പെട്ട് കിടക്കുകയാണ്, പരീക്ഷണത്തിൻ്റെ ചുഴിയിൽ കിടക്കുകയാണ്. ഈ പരീക്ഷണ ഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പരിഹാരമാർഗം അള്ളാഹിനോട് ദുആ ചെയ്യൽ മാത്രമാണ്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ പ്രത്യേക നബിത്തങ്ങളുടെ ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ റഹം ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഫർരിജ് അൻ ഉമ്മത്തി മുഹമ്മദിൻ. ഈ മൂന്ന് ദുആകളിൽ പ്രത്യേകം കൊണ്ടുവന്നാൽ നിങ്ങളെയൊക്കെ അല്ലാഹു തആല ഇവിടെ കിടക്കുന്ന ശുഹദാക്കളുടെ, ഇവിടെ കിടക്കുന്ന മഹാനായ കർത്തതങ്ങളെന്ന് പറഞ്ഞാൽ പേരിൽ അറിയപ്പെടുന്ന മഹാനായ സയ്യിദവറുകളുടെയൊക്കെ പദവിയിലേക്ക് അള്ളാഹ് നിങ്ങളെ ഉയർത്തൂന്ന് നബിയുനാ റസൂലുള്ളാഹി ഹദീസായി പറഞ്ഞേ. അപ്പോഴേക്കെന്ന് എൻ്റെ സഹോദരിമാരെ, നഫീസത്തുൽ മിസ്രിയുടെ കൂട്ടത്തിൽ, മൈമൂനത്തുൽ മിസ്രിയുടെ കൂട്ടത്തിൽ, മാഷിത്താ ബീവിയുടെ കൂട്ടത്തിൽ, ആസിയ ബീവിയുടെ കൂട്ടത്തിൽ, സുമയ്യ ബീവിയുടെ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങളെ ഉയർത്തൂന്ന്. മൂന്ന് ദുആ അറിയാൻ പാടില്ലെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചോ, പറഞ്ഞു തരും. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ റഹം ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഫർരിജ് അൻ ഉമ്മത്തി മുഹമ്മദിൻ. നിങ്ങളുടെ പ്രധാനപ്പെട്ട ദുആകളിലൊക്കെ അത് കൊണ്ടുവരണം. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുവേ, അഷ്റഫുൽ ഖൽഖി നബീന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൻ്റെ സ്ഥിതി നന്നാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ദീൻ വിട്ടുള്ള ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ദീനിലേക്ക് മടക്കണേ എന്നായി പറയണേ. സുന്നത്തിലേക്ക് സമുദായത്തിനെ കൊണ്ടുപോകാം അല്ലാഹ്. ഒന്ന്, അല്ലാഹുവേ, പൊന്നാർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ലോകത്ത് കരുണ കിട്ടാത്ത ഒരേ ഒരു വിഭാഗം മുസ്ലിം സമുദായം മാത്രമേ ഉള്ളൂ, അല്ലേ? അള്ളാഹിൻ്റെ കരുണ ഇല്ലാണ്ട് രക്ഷപ്പെടുവോ?
അത് അള്ളാഹിനോട് ആവശ്യപ്പെടുക. 2, അല്ലാഹുമ്മ ഫർരിജ് അൻ ഉമ്മത്തി മുഹമ്മദിൻ, പടച്ചവനെ പൊന്നാർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് സമുദായത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ 3 ദുആ. ഇതൊക്കെ ദുആ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നു, ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ, പടച്ചോൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ദുആ ഇറക്കുക. മുമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാരണന്മാർക്കൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു മുഹിയുദ്ദീൻ റാത്തീബ് ഇല്ല. ഇന്ന് അതൊക്കെ പോയി. മുഹിയുദ്ദീൻ റാത്തീബ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം അസ്മാഉൽ ഹുസ്നയാ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അന്തൽ ഹാദി, അന്തൽ ഹഖു, ലൈസൽ ഹാദി ഇല്ലാഹു, യാ ഹന്നാൻ, യാ മന്നാൻ, യാ ദയ്യാൻ, യാ സുബ്ഹാൻ, യാ അസീസ്, യാ ഗഫാർ, യാ ജലീൽ, യാ ജബ്ബാർ. ഇതൊക്കെ അങ്ങനെ ജലീലാഹി അന്ത മഖ്സൂദ് മുമ്പുണ്ടായി. അങ്ങനെയൊക്കെ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ അതൊക്കെ ശിർക്കും കുർക്കുമായി മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ലായിരിക്കും, വേണ്ട. പക്ഷെ ഒരു 10 ഇസ്മെങ്കിലും ഡെയിലി ദുആയിൽ കൊണ്ടുവരുന്ന ശൈലി ഉണ്ടാക്കണം. 10 ഇസ്മ രാവിലെയും വൈകുന്നേരവും പതിവാക്കി ദുആറുന്ന ആളെ മലക്കുകളെക്കാൾ ഉയർത്തിയ ചരിത്രം ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം. മലക്കുകളെക്കാളും ഉയരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ദുആറക്കുമ്പോൾ യാ അല്ലാഹ് യാ റഹ്മാൻ, യാ അല്ലാഹ് യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ. 10ആയി. 99 പേരുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആൻ. നബിത്തങ്ങൾ പറയുന്നു ലില്ലാഹില്ല ഇന്ന ലില്ലാഹി തിസ്അത്തും വ തിസ്ഊന ഇസ്മാ ലഖദ് ദഅ അല്ലാഹു ബിസ്മിഹിൽ അലീം അല്ലദീ ദഅ ബിഹി അജാബ ഇദാ സുഇല ബിഹി ഉഅതിയ ഔ കമാ ഖാല റസൂലുള്ളാഹി. അള്ളാഹിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു നിങ്ങൾ ചോദിക്കുന്നത് തരുമെന്ന് മുത്ത് മുഹമ്മദ്